ചൂരാപ്പുഴ. ഇന്നത്തെ കർഷകർക്ക് ഏറ്റവും അനുയോജ്യമായ കൃഷി രീതി എന്ന് പറയുന്നത് മൾട്ടി ക്രോപ്പാണ്. അതായത് സമ്മിശ്ര കൃഷി രീതി. ഒരെണ്ണത്തിൻ്റെ വില കുറഞ്ഞാലും മറ്റൊന്നേലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ എല്ലാ വിളകളും ഉണ്ടെങ്കിൽ എപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള ആദായം കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ കർഷകർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായിട്ട് വിൽക്കാൻ സാധിക്കും. മൂന്നാമതായിട്ട്, കർഷകർ ഈ കൃഷിയെ നന്നായിട്ട് ലാഭകരമാക്കുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാതിയുണ്ട്. നമുക്ക് നല്ല ഇനം ജാതി ഇതിനകത്തുണ്ട്. ആ ജാതിയിൽ നിന്നും കമ്പെടുത്ത് ബഡ് ചെയ്ത് നല്ല തരം അത്യുൽപാദന ശേഷിയുള്ള ജാതി തയ്യ നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മൾ തന്നെ അടയ്ക്ക പാകി മുളപ്പിച്ച് നല്ല ഇനം വിത്തുകൾ കൊടുക്കുക. മൂന്നാമത്, കുരുമുളകിൻ്റെ വള്ളി വേര് പിടിപ്പിച്ച് കൂടയിലാക്കി കൊടുക്കുക. അപ്പോൾ അതൊരു വരുമാന മാർഗവുമാകും. അതോടൊപ്പം തന്നെ കർഷകർക്ക് ഇതേ സംബന്ധിച്ചിടത്തോളം നല്ല വിത്തുകൾ ലഭിക്കാനായിട്ട്, നടീൽ വസ്തുക്കൾ ലഭിക്കാനായിട്ട് വിത്തറിഞ്ഞ് വേണം കൃഷി ചെയ്യാനായിട്ട്. വിത്ത് ഗുണം 10 ഗുണം. അതുകൊണ്ട് നല്ല വിത്തിനങ്ങൾ കണ്ടെത്തുക, കൃഷി ചെയ്യുക, നല്ല ഉൽപ്പാദനം. നമുക്കിതിൻ്റെ അകത്തുനിന്നൊരു ലാഭം, പൈസ എത്ര വരുമാനം കിട്ടുന്നുള്ള വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നു, അത്രയും നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഞാനിപ്പോൾ ഈ കൃഷിയെ ഇങ്ങനെ നോക്കി കാണുന്നത് വരും തലമുറയ്ക്കൊരു പ്രോത്സാഹനം. ഞാനിപ്പോൾ 10-35 വർഷം അധ്യാപന വൃത്തിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് ഈ 10-12 വർഷമായി റിട്ടയർ ചെയ്തിട്ട്, എന്നിട്ട് ഞാൻ ഈ കൃഷി തുടർന്നു കൊണ്ടുപോകുന്നത് ഇത് കണ്ടിട്ടെങ്കിലും വരും തലമുറ ഒരു മാതൃകയാക്കി കൃഷി ചെയ്ത്, അങ്ങനെ കൃഷി എന്ന് പറയുന്നത് അവഗണിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല, വളരെ അധികം ആവശ്യമായിട്ടുള്ളത്. അതായത് മനുഷ്യൻ്റെ ജീവൻ്റെ നിലനിൽപ്പിന് കൃഷി ഇല്ലാതെ പറ്റും. അപ്പോൾ കൃഷിയെ ആശ്രയിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ജീവൻ നിലനിൽക്കാൻ പറ്റൂ. അതുകൊണ്ട് കൃഷി എപ്പോഴും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. നമ്മുടെ എല്ലാം മണ്ണിൽ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു ഗുണവിശേഷമാണ് കൃഷി ചെയ്യാനുള്ള ശേഷി. അപ്പോൾ നമ്മൾ ഇന്ന് കൃഷി കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം, മോനെ മണ്ണിത്തുറൽ പൊടി പറ്റും എന്ന് പറഞ്ഞ് നമ്മുടെ മക്കളെ കയറ്റിയിരുത്താതെ അവർ നമ്മോടൊപ്പം തന്നെ കൃഷിക്കാര്യങ്ങളിൽ പങ്കാളികളാകട്ടെ, കൃഷി ചെയ്ത് അവർ പഠിക്കട്ടെ. ഈ കൃഷി ഒരു ദിവസം കൊണ്ട് തന്നെ ചെന്ന് ചെയ്യാവുന്നൊരു കാര്യമല്ല. അതിന് നിരന്തരമായ നിരീക്ഷണവും പരീക്ഷണവും അതുപോലെ തന്നെ പരിശ്രമവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കൃഷി വിജയിപ്പിക്കാൻ പറ്റൂ. അതുകൊണ്ട് കുഞ്ഞുനാളിൽ മുതൽ കുട്ടികൾ നമ്മുടെ കൃഷിയിടത്തിലൂടെ നടക്കട്ടെ, കൃഷി കണ്ട് പഠിക്കട്ടെ, അവർ അത് പ്രാവർത്തികമാക്കട്ടെ. അങ്ങനെ വരും തലമുറയ്ക്കൊരു മുതൽക്കൂട്ടാകട്ടെ. താങ്ക് യു.